ഇപ്പോൾ നമ്മൾ പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി ചുരത്തിലാണ്. നെല്ലിയാമ്പതിയിലേക്കുള്ളൊരു യാത്രയാണ്. വളരെ മനോഹരമായ ഒരു ഒന്നാം തരം നല്ല കാഴ്ചകൾ. 10 ഹെയർ പിൻ വളവുകളുള്ള ഒരു ചുരത്തിലൂടെയാണ് പോകുന്നത്. നമ്മൾ താഴെ ഒരു വെള്ളക്കെട്ട് കണ്ടു. അത് പോത്തുണ്ടി ഡാമാണ്. തിരിച്ചു വരുമ്പോൾ ആ ഡാം നമുക്ക് സന്ദർശിക്കാം. ഇപ്പോൾ ഒരു ബസ്സിലാണ് യാത്ര. ബസ്സിലുള്ള യാത്രയുടെ കാരണം IPC നേര്യമംഗലം സെൻറ്ററിൻ്റെ PIP സംഘടിപ്പിച്ച ഒരു ടൂർ പ്രോഗ്രാമുമായിട്ടനുബന്ധിച്ചാണ് ഈ യാത്രയെന്ന് പറയുന്നത്. നെന്മാറയിൽ നിന്നാണ് നെല്ലിയാമ്പതിയിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. സുന്ദരമായ കാട്ടുപാതകൾ, ഇടതൂർന്ന വൃക്ഷങ്ങൾ, അതിൻ്റെ നടുവിലൂടെയുള്ള യാത്ര വളരെ മനോഹരമാണ്. ഈ യാത്രയിൽ ഒരുപക്ഷെ നമുക്ക് കാട്ടുപോത്ത്, അതുപോലെ തന്നെ സിംഹവാലൻ കുരങ്ങ്, മറ്റു കുരങ്ങുകൾ, ഒരുപക്ഷെ കാട്ടാനകൾ, അതുപോലെ തന്നെ മലയണ്ണാൻ, ഇങ്ങനെയുള്ള ജീവികളെയൊക്കെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ കണ്ട അതിമനോഹരമായൊരു കാഴ്ച എന്ന് പറയുന്നത്, റോഡ് സൈഡിൽ നിന്നുകൊണ്ട് ഒരു സിംഹവാലൻ കുരങ്ങ് ചക്ക തിന്നുകയാണ്. എനിക്ക് തോന്നുന്നത് ആരോ യാത്രയ്ക്ക് വന്നപ്പോൾ അവിടെ വണ്ടി സൂക്ഷിച്ചിരുന്നതായ ചക്ക സിംഹവാലൻ കുരങ്ങിന് ഇട്ട് കൊടുക്കുക, അത് വളരെ കഴിക്കുന്ന കാഴ്ച വളരെ മനോഹരമായിരുന്നു. ഇപ്പോൾ നമ്മൾ നെല്ലിയാമ്പതി ടൗണിൽ എത്തിയിരിക്കുന്നു. ഞങ്ങളിവിടെ വന്നപ്പോൾ ചില ജീപ്പ് ഡ്രൈവർമാർ ഞങ്ങളെ സമീപിച്ചു. അതായത് അങ്ങ് ദൂരെ കാണുന്നതായിരിക്കുന്ന ആ മലകളില്ലേ, ആ മലകളിലേക്കൊരു യാത്ര, 2 മണിക്കൂർ യാത്ര, ഒരു ജീപ്പിൽ 7 പേര്, ഒരു ജീപ്പിന് 2000 രൂപ വെച്ച്, അങ്ങനെ ഒരു യാത്രയ്ക്ക് ഞങ്ങളെ സമീപിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ആവശ്യമായ സമയമുണ്ടായിരുന്നില്ല. ഞങ്ങൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നെല്ലിയാമ്പതിയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഫാമുണ്ട്. സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് കാണുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടി മുന്നോട്ട് നടക്കുകയാണ്. നെല്ലിയാമ്പതി ടൗൺ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു വലിയ ടൗണാണെന്ന്. എന്നാൽ അങ്ങനെയുള്ള ടൗൺ അല്ല ഇത്. കൈകാട്ടി, പുലയൻപാറ എന്ന് വിളിക്കപ്പെടുന്ന 2 ചെറിയ ജംഗ്ഷനുകൾ ചേർന്നതാണ് ഈ ടൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൈകാട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഈ ഫാമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ 15 വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് 25 രൂപയും 7 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 10 രൂപയുമാണ്. 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. ഇപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ പൈസ കയ്യിൽ കരുതാതെ വരരുത്. കാരണം നെറ്റ്വർക്കിന് തകരാറുള്ള ഒരു സ്ഥലമാണ്. ചിലപ്പോൾ നെറ്റ്വർക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് അല്പം പൈസ കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ മനോഹരമായ കാഴ്ച, എത്ര മനോഹരമായ കാഴ്ചയാണ്. അവിടെയുള്ള ചെടികൾ വെട്ടി ഉരുക്കി നിർത്തിയിരിക്കുന്നത് കണ്ടോ. ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. വിസിറ്റിംഗ് സമയം എന്ന് പറയുന്നത് സാധാരണയായി രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ആണ്. ഇവിടെ നിന്ന് വെള്ളമൊക്കെ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് മുന്നോട്ട് പോവുകയാണ്. ആ സൈഡിലുള്ളതായിരിക്കുന്ന ചെടികളൊക്കെ കണ്ടിട്ട്, ഇത് ടയർ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു കിണറാണ്. അതൊരു നല്ലൊരു കാഴ്ചയായിട്ട് അതങ്ങനെ നിർത്തിയിരിക്കുകയാണ്. നല്ല പൂക്കൾ, വളരെ മനോഹരമാണ്. കൊച്ചുകുട്ടികൾ ധാരാളമായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിലും ഒരു പൂവ് പോലും ആരും പറിക്കാനായിട്ട് തുനിയുന്നില്ല എന്നുള്ളതും നല്ലൊരു കാഴ്ചയാണ്. നമ്മൾ ഇപ്പോൾ കാണുന്നത് കടലാസ് ചെടി എന്ന് വിളിക്കപ്പെടുന്ന, അതുപോലെ തന്നെ കോളാമ്പിച്ചെടിയെന്നും
വിളിക്കപ്പെടുന്നത്. ഈ രണ്ട് ചെടികളും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന ആ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഒരു വളരെ വ്യത്യസ്തമായ മറ്റൊരു മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ്. കുറച്ച് മരങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ആ മരത്തിൻ്റെ താഴെ നമ്മൾ ശ്രദ്ധിച്ചോ, അവിടെ വിരിച്ചിരിക്കുന്നത് എന്താണ്? പ്ലാസ്റ്റിക്. നമ്മൾ ചാക്കിനൊക്കെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണെന്ന് തോന്നുന്നു. അതിങ്ങനെ നിലത്ത് വിരിച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ അത് മനോഹരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ നടക്കുന്നതിന് തന്നെ ഒരു പ്രത്യേക ഭംഗി തോന്നുന്നു. രണ്ടാമത്തതൊക്കെ ആയ കാര്യം, താഴെയുള്ള കളകളൊന്നും വളർന്നു വരില്ല എന്നുള്ളതും അതൊരു പ്രത്യേകതയാണ്. എന്തായാലും അവിടെ വിരിച്ചിരിക്കുന്നത് വളരെ മനോഹരമാണ്. അവിടെ നിന്നുകൊണ്ട് ആ കാഴ്ചകളൊക്കെ കാണുന്നതും വളരെ ഭംഗിയാണ്. ഇനി നമ്മൾ പോകാനായിട്ട് പോകുന്നത് ചെമ്പരത്തികളുടെ ഒരു തോട്ടത്തിലേക്കാണ്. ചെമ്പരത്തി തോട്ടം. ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് നമ്മൾ കയറുകയാണ്. ഇപ്പോൾ ഇടതുവശത്ത് കണ്ടോ, ചുള്ളിക്കമ്പ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു കവാടം. ലളിതമാണ് സംഭവം, പക്ഷേ സന്ദർഭത്തിന് യോജിക്കുന്ന മനോഹരമായ ഒരു ചിത്രമാണ്. അപ്പോൾ ലളിതമായ കാര്യങ്ങൾ കൊണ്ടും വളരെ മനോഹരമാക്കാൻ കഴിയുമെന്നുള്ളതാണ് ആ നിലത്ത് പിടിച്ചിരിക്കുന്ന ചാക്കും അതുപോലെ തന്നെ ആ ചുള്ളിക്കൊമ്പ് കൊണ്ടുള്ള ആ വാതിലൊക്കെ കാണിക്കുന്നത്. നമ്മളതിൻ്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കാരണം ഓരോന്നും ഓരോ തരത്തിലാണ് കണ്ടത്. എന്ത് മനോഹരമാണ്, സുന്ദരമാണ്. അത് മഞ്ഞ കളറാണെങ്കിൽ ഇതൊരു ഇളം ചുവപ്പ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി നമ്മൾ കാണുന്നത് ഒരു വെള്ള കളറുള്ളതാണ്. ഇത് നമ്മൾ ഒരു അസാധാരണമായ ഒരു കാഴ്ച നമുക്ക് കാണിക്കുന്നത്. ഒരു മണി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് പോലെ നമുക്കത് തോന്നുകയാണ്. അല്ലെങ്കിൽ ഒരു വിളക്ക് തൂങ്ങിക്കിടക്കുന്നത് പോലെ നമുക്കത് കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ നമ്മൾ അടുത്ത ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നു. ഓരോന്നിൻ്റെ അടുത്ത് കൂടുതൽ സമയം നിൽക്കണം എന്നുണ്ട്. പക്ഷെ ഇത് വേറൊരു കളറാണ്. വ്യത്യസ്തമായ മറ്റൊരു കളറും മറ്റൊരു ഭംഗിയും. നമ്മൾ അതിൻ്റെ നടുക്കൂടെ പൂമ്പാറ്റ പാറി നടക്കുന്നത് പോലെ ഓരോ ചെമ്പടത്തിൻ്റെ അടുത്ത് ഏതിൻ്റെ അടുത്ത് പോകണം എന്നുള്ള ചിന്താഗതിയിൽ നമ്മളിങ്ങനെ ഓടി നടക്കുക. കണ്ടിട്ടും മതിയെ വരുന്നില്ല. അതൊരു വേറൊരു കളറ്, ഒരു മഞ്ഞ കളറ്. ഇതെല്ലാം വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവന്ന ചെമ്പരത്തികളാണ്. പക്ഷേ ഇത് ഇവിടെ വരുന്ന ഏതൊരു സഞ്ചാരിയെയും സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഏത് കാലാവസ്ഥയിലും ഏത് സമയത്തും. കാരണം ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വർഷത്തിൻ്റെ ഭൂരിഭാഗം സമയങ്ങളിലും ഈ ചെമ്പരത്തികൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണുമ്പോൾ ഈ തോട്ടം തന്നെ ഒരു പ്രത്യേക മനോഹാരിതയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. എല്ലാം വ്യത്യസ്ത കളറാണ്. നോക്കി കാണുമ്പോൾ പെട്ടെന്ന് ഒരു റോസാപ്പൂ ആണെന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിപ്പോകാം. അതുപോലെ ഇത് വേറൊരു കളറ്. അതേ കഴിഞ്ഞിനെ ഒറ്റയ്ക്ക് മാറി ഇരിക്കുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇത് മറ്റൊരിനമാണ്. ഓരോന്നും വിവരിക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഓരോന്നും എന്താണെന്ന് വിവരിക്കാത്തത്. ഇവിടെ വരുമ്പോൾ ഈ പൂക്കൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിയും ആകർഷിക്കുന്നതാണ് പ്രകൃതി ഭംഗി. മനോഹരമായ മലകളുടെ പശ്ചാത്തലത്തിൽ നല്ല കുളിർക്കാറ്റേറ്റുകൊണ്ട് നമ്മളത് കണ്ടിങ്ങനെ ആസ്വദിച്ച് പോകുന്നത് തന്നെ മനസ്സിന് വളരെ ഒരു സഞ്ചാരിയുടെ മനസ്സിന് സന്തോഷം പകരുന്ന കാര്യങ്ങളാണ്. ഇത് കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മുന്നോട്ട് നടക്കുകയാണ്. ഇതെല്ലാം തോട്ടങ്ങൾ, രണ്ട് സൈഡുകളും വ്യത്യസ്തമായ തോട്ടങ്ങൾ നമുക്ക് കാണാം. ഇവിടെ നിന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഏർമാടത്തിൻ്റെ അടുത്തേക്കാണ്. ഏർമാടത്തെക്കുറിച്ച് നമുക്കറിയാം.
ഈ പ്രത്യേകിച്ച് വന്യമൃഗ ആക്രമണങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ, കാട്ടിൽ, കൃഷിസ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള ഏർമാടങ്ങൾ, കാവൽ മാടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കയറിപ്പോകുന്ന അത് കമ്പിയാണ് കേട്ടോ, കമ്പിയാണ്. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചു അത് കമ്പിയാണെന്ന് വിചാരിച്ചു. പക്ഷെ മുകളിൽ ചെന്നപ്പോഴല്ലേ മനസ്സിലാകുന്നത് അത് കമ്പിയല്ല. കയറിപ്പോകുന്ന സ്റ്റെപ്പ് കമ്പിയാണ്, പക്ഷെ മരത്തിന് മുകളിലാണ് അത് നിൽക്കുന്നത്. ഒറ്റ മരത്തിന് മുകളിൽ നിൽക്കുകയാണ്. എല്ലാവരും ഇവിടേക്ക് കയറി വരരുതെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും, കാരണം ഇത് ഒടിഞ്ഞു വീഴുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ആളുകൾ ഈ കാഴ്ച കാണുക. പക്ഷേ നമ്മൾ അവിടെ കയറുമ്പോഴാണ് നമുക്ക് സുന്ദരമായ കാറ്റ്. എന്ത് കാറ്റാണെന്നറിയാമോ അതിന് മുകളിൽ കയറുമ്പോൾ. പ്രത്യേകിച്ച് ഈ ചൂട് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഈ നെല്ലിയാമ്പതിയിലെ ഈ കാറ്റ് ആസ്വദിക്കുമ്പോൾ ഒരു വ്യത്യസ്തമായൊരു അനുഭവമാണ്. ദൂരെ നിന്ന് അല്പം ദൂരെ നിന്ന് നമ്മൾ ആ വീഡിയോ എടുക്കുമ്പോൾ ആ മരവും അതിൽ നിൽക്കുന്ന ഏർമാടവും ഒക്കെ ഒരു വ്യത്യസ്ത നിലയിൽ നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ അല്പം ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ ആ ചാക്കുണ്ടാക്കുന്ന മെറ്റീരിയൽസ് അത് വിരിച്ചിരിക്കുക. നമുക്ക് ദൂരെ നിന്നത് കാണില്ല എന്താണെന്നുള്ളത്. അതിന് പുറത്തോട്ട് ചവിട്ടി നടക്കാൻ തന്നെ ഒരു സുഖമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണ്ണിൽ നിന്നുള്ളതായിരിക്കുന്ന മറ്റ് കളകളൊന്നും വളരില്ല ഇത് വിരിച്ചാൽ തന്നെ. ഇപ്പോൾ തന്നെ തോട്ടത്തിന് ഭംഗി, നടക്കാൻ ഭംഗി, വളരെ ആകർഷണീയത, ഇതൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. അതിന് താഴെയായിട്ട് കുറച്ച് മരക്കുറ്റികൾ ഇങ്ങനെയുണ്ട്. അതും ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ കുറേ ദൂരം നടക്കാനുണ്ട് കേട്ടോ. ഇങ്ങനെ നടന്ന് വരുമ്പോൾ അവിടെ ഇരുന്ന് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ കണ്ടതായിരിക്കുന്ന ഈ ഓറഞ്ച് ഫാമിന് വളരെ ഒരു പ്രതാപകാലമുണ്ടായിരുന്നു. കാരണം രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയം 1943 ആണ് ഈ ഫാം സ്ഥാപിതമാകുന്നത്. നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ ഒരു ആമ്പൽക്കുളത്തിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. ഈ ആമ്പൽക്കുളത്തിലെ കാഴ്ച നമ്മളെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണെന്ന് തന്നെ പറയാം. ഇതും ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഏകദേശം 1943 1945 കാലഘട്ടത്തിൽ ഇപ്പോൾ സൈനികർക്ക് വേണ്ടിയിട്ട് ഉള്ള പച്ചക്കറി, പഴം എന്നിവ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഫാമാണല്ലോ. അപ്പോൾ ഈ ഫാമിലേക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രതാപകാലമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ നിന്നുള്ള ഓറഞ്ച് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ മേശയിൽ പോലും എത്തിയിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇതിൻ്റെ നിർമ്മാണമെല്ലാം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ടത്തിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നതായിരിക്കുന്ന ഈ ആമ്പൽക്കുളം ഒരു 30 സെൻറ്റ് മുതൽ 50 സെൻറ്റ്, അര ഏക്കറിൽ താഴെ ഉള്ള ഒന്നാണ്. ഇതുണ്ടാക്കിയിരിക്കുന്നത് മുകളിൽ നിന്നുള്ളതായിരിക്കുന്ന വെള്ളമൊക്കെ ഒഴുകി ഇതിലേക്ക് വന്ന് നിറയത്തക്ക വിധത്തിലാണ് ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ വരുന്നതായിരിക്കുന്ന കാഴ്ചക്കാർക്ക് കാണാൻ വേണ്ടി ഒരു സംവിധാനവും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അങ്ങേ തലയ്ക്ക് നിന്ന് ഇപ്പോൾ ഇവിടെ എത്തി അതിലൂടെ ഇങ്ങനെ കയറിയിരിക്കുകയാണ്. ഇങ്ങനെ കയറി നമുക്കിനി അപ്പുറത്ത് പോകണം. അപ്പുറത്ത് പോകുമ്പോൾ അവിടെയും നമ്മളെ ചില കാഴ്ചകൾ കാത്ത് ഇരിപ്പുണ്ട്. ആമ്പലുകളും ഓർക്കിഡും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇത് ഫാമിൻ്റെ ഒരു ഹൃദയഭാഗമാണെന്ന് നമുക്ക് പറയാം.
അവിടെയുള്ള ഇരിക്കുന്ന ചെടികളെല്ലാം പ്രത്യേകമായ നിലയിൽ വെട്ടി ഭംഗിയാക്കി നിർത്തിയിരിക്കുകയാണ്. നമ്മളിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കാണുമ്പോഴേ ഇതിൻ്റെ കാഴ്ച നമുക്ക് അതിൻ്റെ മനോഹാരിത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ആ വെട്ടി നിർത്തിയിരിക്കുന്നതിൻ്റെയൊക്കെ നമ്മളിതിലെ കൂടെ നടന്ന് ചെറിയൊരു പാലം ഉണ്ടായിരുന്നു, അതിലൂടെ നടന്ന് നമ്മൾ ഇപ്പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ നമ്മൾ കയറി വന്ന പാലം ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ പാലമല്ല. ഇത് ഏകദേശം 2010-2012 കാലഘട്ടത്തിലാണ് ആ പാലം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇവിടെ വരുന്നതായ ടൂറിസ്റ്റുകൾക്ക് ഒരാകർഷണീയമായ നിലയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ തന്നെ മനോഹരമായ പെയിൻറ്റുകൾ കൊടുത്ത് കൈവീരികളൊക്കെ ഉണ്ടാക്കി പിന്നീട് വികസിപ്പിച്ചതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ. കാരണം അന്നത്തെ ഫാമിൽ നിന്ന് കൃഷി ആവശ്യത്തിന് വേണ്ടി വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒന്നാണത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് യഥാർത്ഥത്തിൽ തൂണിലാണ്, അല്ലെങ്കിൽ ഒരു കല്ലുകൊണ്ടുള്ള ഒരു ചെറിയ തൂണിലാണിത് ഉറപ്പിച്ചിരിക്കുന്നത്. ഇത് ഒരു കള്ളിച്ചെടിയുടെ വർഗത്തിൽപ്പെട്ടതാണ്, അതുകൊണ്ടൊരു വള്ളിച്ചെടിയാണ്. ഇത് സ്വന്തമായിട്ട് നിവർന്ന് നിൽക്കാൻ കഴിയാത്ത ഒരാളാണത്. അതുകൊണ്ട് കോൺക്രീറ്റ് അല്ലെങ്കിൽ കല്ലുകൊണ്ടുള്ള നല്ല ബലമുള്ള തൂണുകളിലാണിത് വളർത്തുന്നത്. നമ്മൾ അവിടെ കഴിഞ്ഞ് ഇപ്പോഴിത് വന്നിരിക്കുകയാണ്. ഇത് ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു തോട്ടത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിനകത്തൂടെയൊക്കെ നടക്കാൻ വളരെ നമ്മളെ മാനസികമായി വളരെ സന്തോഷിപ്പിക്കുന്നൊരു കാഴ്ചയാണത്. നമ്മൾ കണ്ടതായിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൽ അതിൻ്റെ തൂണിന് ചുറ്റും ഒരു ടയർ നമ്മൾ കണ്ടായിരുന്നു. ആ ടയർ എന്തിനാണ് എന്ന് ചിന്തിച്ചാൽ, അതിൻ്റെ ചെടി വളർന്ന് മുകളിലെത്തുമ്പോൾ അതിൻ്റെ ശാഖകൾ താഴേക്ക് മറിഞ്ഞ് പടർന്ന് തൂങ്ങി നിൽക്കാനും കായ്കൾ ഉണ്ടാകുമ്പോൾ ഭാരം താങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരു ടയർ ഓരോന്നിലും ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ പല തരത്തിലുള്ള ചെടികൾ നമുക്ക് കാണാൻ പറ്റും. വിവിധ തരത്തിലുള്ള നിലയിലുള്ള പേരകൾ നമുക്ക് കാണാം. വിവിധ ഇനങ്ങളിലുള്ള നാരകമുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സൂര്യകാന്തി ചെടിയാണ്. ഈ സൂര്യകാന്തി ചെടി ഇവിടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ആളുകൾ അവിടെ നിന്ന് ഫോട്ടോകൾ എടുക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു നാരകമാണ്. എന്നാൽ മറുഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഓറഞ്ചുകൾ കാണാനായിട്ട് പറ്റും. ഓറഞ്ച് മാത്രമല്ല, ഒരു ഭാഗത്ത് ചോളം നിൽക്കുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ ഇടത്ത് സൈഡിൽ കാണുന്നത് ചോളമാണ്. എന്നാൽ നമ്മൾ നിൽക്കുന്നത് ഒരു ചരിത്ര ഭൂമിയിലാണ് എന്ന് പറയാം. കാരണം 2ാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതായ സ്ഥലം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാവപ്പെട്ടവരുടെ ഊട്ടി എന്ന് വിളിക്കപ്പെടുന്ന നെല്ലിയാമ്പതിയിൽ ഈ തണുത്ത പ്രദേശത്ത് 2ാം ലോകമഹായുദ്ധത്തിൽ പരിക്കേറ്റിരിക്കുന്ന 7000 പട്ടാളക്കാർക്ക് വേണ്ടുന്ന, ഏകദേശം 7000 പട്ടാളക്കാർക്ക് വേണ്ടുന്ന ഓറഞ്ചുകളാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. ബ്രിട്ടീഷിലെ അന്നത്തെ ഭക്ഷണ മെനു അനുസരിച്ച് പരിക്കേറ്റതായിരിക്കുന്ന സൈനികന് ഇത്ര വൈറ്റാമിൻസ് ആവശ്യമുണ്ട് എന്നുള്ളത് ഒരു കണക്കുണ്ടായിരുന്നു. അതനുസരിച്ച് ഇവിടുത്തെ ഏറ്റവും വലിയ സൈനിക ക്യാമ്പായിരുന്നു കോയമ്പത്തൂർ. ആ കോയമ്പത്തൂരേക്ക് ഇവിടെ നിന്ന് വാളയാർ ചുരം വഴി ഇതിങ്ങനെ പോകുകയാണ്. നമ്മൾ കാണുന്നതായിരിക്കുന്ന സ്ഥലം നിസ്സാരമായിരിക്കുന്ന ഒരു സ്ഥലമല്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ വേറെ ഒരു ഏർമാടമാണ് കാണുന്നത്. മറ്റേ ഏർമാടത്തിൻ്റെ മുകളിൽ കുത്തനെ കയറണമെങ്കിൽ അവിടുത്തെ കോണിപ്പടി എന്ന് പറഞ്ഞത് വളഞ്ഞു പൊളഞ്ഞ് ഉള്ള കോണിപ്പടിയാണ്. അതിലൂടെയാണ് നമ്മൾ മുകളിലേക്ക് കയറേണ്ടത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇവിടെ നിന്ന്
വൻതോതിൽ കയറ്റി അയച്ചിരുന്ന അതീവ ഗുണമേന്മയുള്ളതായിരിക്കുന്ന ഓറഞ്ചുകൾ സാക്ഷാൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ തീന്മേശയിലെ പോലും പ്രധാന വിഭവമായി മാറിയിരുന്നു എന്നതാണ് ചരിത്രം പറയുന്നത്. അതായത് ലോകമഹായുദ്ധത്തിൽ പൊരുതിയ സാധാരണ പട്ടാളക്കാരൻ മുതൽ ലണ്ടനിലെ രാജ്ഞി വരെ ഒരുപോലെ കൊതിച്ച ഒരു മധുരമായിരുന്നു നെല്ലിയാമ്പതി ഓറഞ്ച്. എന്നാൽ കാലക്രമേണ ഈ ഓറഞ്ച് തോട്ടം നശിക്കുകയും 2016 പുതിയ 5000-ലധികം ഓറഞ്ച് തൈകൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് കേരള കൃഷി വകുപ്പ് ഈ ഫോമിനെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിന്നുകൊണ്ട് ആളുകൾ ഫോട്ടോകളൊക്കെ എടുക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇരുവശവും ചെത്തി ഒരുക്കിയതായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ആ പുല്ലുകളിടയിലൂടെ നടക്കുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് ലോകമെമ്പാടുമുള്ള ഹിൽ സ്റ്റേഷനുകളിൽ വ്യാപകമായി കാണപ്പെടുന്ന ഹൈഡ്രാഞ്ചിയ എന്ന മനോഹരമായ പൂച്ചെടിയാണ്. ഇത് കേരളത്തിൽ മേഘപ്പൂവ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് കാലാവസ്ഥയ്ക്കനുസരിച്ച് മണ്ണിൻ്റെ ഗുണമനുസരിച്ച് പൂക്കളുടെ കളറിന് വ്യത്യാസം വരുന്ന മനോഹരമായ ഈ പൂക്കളാണ്. നമ്മൾ ഈ പൂക്കളൊക്കെ കണ്ടുകൊണ്ട് ഇപ്പോൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. മണ്ണിൽ അസിഡിറ്റി കുറവാണെങ്കിൽ ഈ പൂക്കൾ പിങ്ക് അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലേക്ക് മാറുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. നമ്മുടെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ പൊത്തുകുണ്ട് എന്ന് പറയുന്ന ഡാം കാണാനായിട്ട് പോവുകയാണ്. ഈ വീഡിയോ കണ്ട എല്ലാ പ്രിയമുള്ളവർക്കും പ്രത്യേകമായ നന്ദിയുണ്ട്. ഷെയർ ചെയ്യുക.